ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കടുക്കക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയത്. ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് കടുക്ക വാങ്ങിയിരുന്നു. അത്യാവശ്യം വലുപ്പമുള്ള കടുക്ക തന്നെയാണ്. കടുക്കയൊക്കെ ഞാൻ തന്നെ തോല് പൊളിച്ചിട്ട് കാമ്പ് എടുക്കുകയാണ് ചെയ്തത്. ചിലരൊക്കെ പുഴുങ്ങിയെടുക്കും, പക്ഷെ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് ആ രുചിയിൽ കുറച്ചൊരു വ്യത്യാസം വരും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിന് പ്രത്യേക രുചി തന്നെയാണ് ഉണ്ടാവുക. കടുക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കനം കുറച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. അതുപോലെ ഒരു വലിയ തക്കാളി അതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുകീറി മുറിച്ചിട്ടതാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ചതച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു 5-6 ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്കുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് വഴന്നോട്ടേ വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഏകദേശം ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ പച്ചച്ചുവ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്യുക. തക്കാളി ചേർത്ത് അതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക്കയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. കടുക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കടുക്കയിൽ പൊടികളൊക്കെ നല്ലവണ്ണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ പിന്നെ വെള്ളം ചേർക്കുകയുള്ളൂ. എന്നുവെച്ചാൽ കടുക്കയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് കടുക്ക നന്നായിട്ടൊന്ന് വേവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. കടുക്കയ്ക്ക് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് കുറച്ച് സമയം അത് അടച്ച് വെച്ചിട്ടുണ്ട്. കറിയൊന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ കടുക്കയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും മേലെ ഒഴിച്ച് കൊടുക്കുക. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പം കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ കടുക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ആർക്കും എളുപ്പത്തിൽ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കടുക്ക കിട്ടുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.